നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കുത്തനെ ഇടിയാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അമേരിക്കൻ ഗവൺമെൻറ് ഷട്ട് ഡൗൺ ചെയ്തിരുന്നതാണല്ലോ. അത് ഏറ്റവും അടുത്ത മണിക്കൂറുകളിൽ തന്നെ അത് ഇല്ലാതാവാൻ പോകുന്നു. അതായത് ഷട്ട് ഡൗൺ എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറാൻ പോകുന്നു. അപ്പോൾ ഡെഫിനറ്റായിട്ടും അമേരിക്കൻ ഡോളറും മറ്റ് യൂറോപ്യൻ മാർക്കറ്റുകളും എല്ലാം ഉയരാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും ഈ സ്വർണത്തിലോട്ടുള്ള നിക്ഷേപത്തിൻ്റെ ഒഴുക്ക് കുറയാനല്ല, ഏതാണ്ട് പൂർണ്ണമായിട്ട് തീരുകയും തീർച്ചയായിട്ടും അതിൽ നിന്നുള്ള പണം പിൻവലിക്കൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പറയുന്നത്, സ്വർണത്തിൻ്റെ വില നാളെ മുതൽ ഏതാണ്ട് നല്ല രീതിയിൽ, ഗണ്യമായ രീതിയിൽ ഇടിയാൻ തുടങ്ങും. അപ്പോൾ സംഭവിച്ചത് ഇതാണ്. ഷട്ട് ഡൗൺ ഉണ്ടായതിൻ്റെ ബേസിക് കാരണം നിങ്ങൾക്കറിയാം. സെനറ്റിൽ 53 അംഗങ്ങളുടെ പിന്തുണയെ റിപ്പബ്ലിക്കൻസിനുള്ളൂ. പക്ഷേ 60 വോട്ടുണ്ടെങ്കിൽ ധനബില്ല് പാസ്സാക്കാൻ ഉള്ളൂ. അപ്പോൾ ഡെമോക്രാറ്റുകൾ നിരവധി കണ്ടീഷൻസ് വെച്ചു അവർ പിന്തുണയ്ക്കണമെങ്കിൽ, ധനബില്ലിനെ പിന്തുണയ്ക്കാൻ അവർ നിരവധി കണ്ടീഷൻസ് വെച്ചു. ഇതൊന്നും അംഗീകരിക്കാതെ നിൽക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും. പക്ഷേ ഇപ്പോൾ സംഭവിച്ചേക്കുന്ന ഇതാണ്. 8 ഡെമോക്രാറ്റ് അംഗങ്ങൾ ട്രംപിനെ പിന്തുണയ്ക്കാൻ സമ്മതിച്ചു. അങ്ങനെയൊക്കെയുള്ള ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ആദ്യ മണിക്കൂറുകളാണ്. തീർച്ചയായിട്ടും പലതരത്തിലുള്ള ട്വിസ്റ്റുകൾ ഇനിയും മണിക്കൂറുകൾക്കുള്ളിൽ, അതായത് അമേരിക്കൻ മാർക്കറ്റൊക്കെ തുറക്കുന്നത് ഏതാണ്ട് ഇന്ത്യൻ സമയം സന്ധ്യയ്ക്ക് 7 മണിക്കാണ് അമേരിക്കൻ ഷെയർ മാർക്കറ്റുകളൊക്കെ തുറക്കുന്നത്. എന്തായാലും ഇതുവരെ ഈ സ്വർണത്തിൻ്റെ വിലയിടിവ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള സ്വർണത്തിൻ്റെ വിലയെ ബാധിച്ച് തുടങ്ങിയിട്ടില്ല. പക്ഷേ അത് താമസിയാതെ ഏത് സെക്കൻഡിലും അത് സംഭവിക്കാനാണ് സാധ്യത. അപ്പോൾ ഞങ്ങൾ പറയുന്നു, ഇന്ന് 22 ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില 11,295 മറ്റോ ആണ് ഒരു ഗ്രാമിന്. അത് താഴോട്ട് വരാനുള്ള സാധ്യതയാണ് ഇനി കാണുന്നത്. അപ്പോൾ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ കുറച്ചും കൂടെ കാത്തിരിക്കുക. ഇപ്പോഴത്തെ 11,295 എന്നുള്ള ലെവലിൽ നിന്ന് തീർച്ചയായിട്ടും 11,000 താഴെ 2-3 ദിവസത്തിനുള്ളിൽ താഴോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പിന്നെ തീർച്ചയായിട്ടും നിക്ഷേപം എന്നുള്ള രീതിയിൽ സ്വർണത്തെ കാണുന്നവർക്ക് ഡിജിറ്റൽ ഗോൾഡിലും മറ്റു രീതിയിലുള്ള സ്വർണ്ണ നിക്ഷേപങ്ങൾ പൂർണ്ണമായിട്ടും പിൻവലിച്ച് മാറി നിൽക്കുന്നതാണ് ഉചിതമെന്നാണ് ഞങ്ങളുടെ സജഷൻ. എനിവേ, സ്വർണത്തിന് വിലയിടിക്കാൻ പോകുന്നു. സ്വർണം വാങ്ങാൻ ഉള്ളവർക്ക് സന്തോഷ വർത്തമാനവും, സ്വർണത്തിൽ നിക്ഷേപിച്ചവർക്ക് മോശം വാർത്തയായിട്ടായിരിക്കും ഇത് വരുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ആദ്യ മണിക്കൂറുകളിൽ ഞങ്ങൾ ഈ വാർത്തയിടുന്നു. എന്തായാലും എല്ലാവർക്കും, സ്വർണം വാങ്ങുന്നവർക്കും ആഭരണമായിട്ട് വാങ്ങുന്നവർക്കും നിക്ഷേപകർക്കും കാര്യമായ നഷ്ടമൊന്നും കൂടാതെ ഇപ്പോഴത്തെ ഈ കലക്ക വെള്ളത്തിലെ ഒരു അവസ്ഥയിൽ നല്ല മീനുകളെ കിട്ടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം, ശുഭദിനം.